ഗായ്സ് വെൽക്കം ബാക്ക്. നല്ല അടിപൊളി ഒരു പടം കണ്ടത് വന്ന് അങ്ങോട്ട് ഇരിക്കും കേട്ടാ. വേറെ പടമൊന്നുമല്ല, നമ്മുടെ വാഴ. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കണോട് അമർത്തണം. അപ്പൊ ആദ്യം തന്നെ ഈ വാഴ മൂവിയുടെ എല്ലാ ടീമിനും ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഇത്രയും നല്ലൊരു പടം, കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷം നല്ലൊരു എന്റർടൈനിങ്, മാസം ക്ലാസ്സും ഒന്നുമല്ല, നല്ല അടിപൊളി കണ്ടിരിക്കാൻ പറ്റുന്ന കോമഡി മൂവി ചെയ്തതിന് അടിപൊളി ഒരു സല്യൂട്ട്. കണ്ടിരിക്കാൻ നമ്മുടെ ഫാമിലി ആയിട്ട് പോയാലും നമുക്ക് റിലേറ്റബിൾ ആവും, ഫ്രണ്ട്സുമായിട്ട് പോയാലും നമുക്ക് റിലേറ്റബിൾ ആവുന്ന നല്ല അടിപൊളി പടം കേട്ടോ. പക്ഷെ ഇത് കണ്ടില്ലെങ്കിൽ നല്ലൊരു മിസ്സിങ് ആയിരിക്കും കേട്ടോ. കാരണം നമ്മുടെ ജീവിതം, നമ്മുടെ സമൂഹത്തിലായാലും ഒരുപാട് കാണുന്ന അതേ എല്ലാവരുടെയും മിക്ക ഒരു 99.5% ആൾക്കാരുടെയും ലൈഫ് ഈ ഒരു പടം കാണുമ്പോൾ റിലേറ്റ് ആവും. ഫ്രണ്ട്ഷിപ്പിന്റെ ആയാലും ഫാമിലി ഇഷ്യൂസ് ആയാലും എല്ലാം നമുക്ക് തന്നെ റിലേറ്റ് ആവും. കാരണം നമ്മുടെ കഥയാണ് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു പടമാണ്. അഭിനയിച്ചേക്കുന്നവർ, ആക്ട് ചെയ്ത എല്ലാവരും അവരവർക്ക് കൊടുത്ത റോള് കേട്ടോ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എല്ലാവരും ആ ഒരു റേഞ്ചിൽ നിന്ന് തന്നെ അഭിനയിച്ചിരിക്കുന്നത്. ഏത് സീരിയസ് റോളാണ് സീരിയസ് റോള്, കോമഡി ആണെങ്കിൽ കോമഡി, എല്ലാം നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. കാരണം തിയേറ്റർ തുടക്കം മുതൽ ആ ഇമോഷണൽ സീൻ ഒഴിച്ച് കോമഡി പാർട്ട് എല്ലാം വർക്കായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ പടത്തിന്റെ പ്രത്യേകത. കാരണം ആദ്യം തൊട്ട് അവസാനം വരെ ചിരിയായിരുന്നു കേട്ടോ. തിയേറ്ററിൽ എല്ലാവരും ചിരിയായിരുന്നു ഒന്നടങ്കം. കാരണം കുട്ടികളായാലും പേരൻസ്, മുതിർന്നവരായാലും നമ്മുടെ യൂത്ത് ആയാലും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് ഈ പടം. അമിത്, ജോമോൻ, ബേസിൽ എല്ലാവരും ഒന്നിനൊന്നിനെ മെച്ചമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ല, ബേസിലൊക്കെ സർപ്രൈസ് റോൾ, അതൊക്കെ കണ്ടാൽ നമുക്ക് സത്യമായ ചിരി വരും. ആ ഒരു ടൈപ്പ് സാധനമാണ്. എസ്പെഷ്യലി സാഫ് ബോയ്ക്ക് നല്ലൊരു റോളുണ്ട് ഈ പടത്തിനകത്ത്. അവരെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാവരും പടത്തിന് പോയത് ആരെ കാണാനായിരിക്കും? ഹാഷിറിനെ കാണാൻ വേണ്ടി പടത്തിന് പോയത് എത്ര പേരുണ്ടെന്ന് വീഡിയോയിൽ നിന്ന് കമന്റ് ചെയ്യാം. അപ്പം കൊള്ളാടെ പടമെല്ലാം ഹാഷിറും പിള്ളേരും നല്ല കിടിലമായിട്ട് ഹാഷിറും അവരുമായിട്ട് തന്നെ ആ ടീമായിട്ട് തന്നെ ആ പടത്തിനകത്ത് ജീവിക്കുക കേട്ടോ. കാരണം അവർ ഒട്ടും അഭിനയിക്കുന്നതായിട്ട് നമുക്ക് തോന്നില്ല. കാരണം നമുക്കറിയാം റീൽസ് ആണെന്ന് അറിയാം, നാച്ചുറൽ ആയിട്ടാണ് അവർ ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ പടത്തിലും അവർ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചിരിച്ച് എൻജോയ് ചെയ്ത് കണ്ട 2-3 സീനുണ്ട്. ഒന്ന് പോലീസ് സ്റ്റേഷൻ സീനാണ്. പോലീസ് സ്റ്റേഷൻ സീനെ അടിച്ച് കിടിലമായിരുന്നു കേട്ടോ. പിന്നെ മൈസൂർ മൽഗോവയുടെ ഒരു സീൻ, അത് പടം കണ്ടവർക്ക് എത്തും അത് എന്തോ മൈസൂർ മൽഗോവയെന്ന്. പേര് പോലെ തന്നെ ഈ പടത്തിലെ ഒരു ക്യാരക്ടർ തന്നെയാണ് വാഴ. അതായത് വിലയില്ലെന്ന് കരുതുന്ന എന്തിനും ഒരു വിലയുണ്ട്. അപ്പൊ ഇതിന്റെ റൈറ്റർ വന്നേക്കുന്നത് വിപിൻ ദാസ്, ഡയറക്ടർ ആനന്ദ് മേനോൻ കേട്ടോ. അപ്പം കൊള്ളാം. ബേസിലിന്റെ ഒക്കെ സർപ്രൈസ് ക്യാരക്ടർ കേട്ടോ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു റോളാണ് ബേസിൽ ചെയ്തേക്കുന്നത്. പടം ഓവറോൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. മീൻസ് നല്ലൊരു എന്റർടൈനിങ്, അതായത് ചിരിക്കാൻ നിങ്ങൾക്ക് റെഡിയാണോ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം കേട്ടോ. കാരണം അത്രയ്ക്ക് നല്ലൊരു പടം കേട്ടോ. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും പറയാം, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നല്ലൊരു എന്റർടൈനിങ്, ചിരിക്കാൻ പറ്റിയ ഒരു പടം കാണുന്നത്. പടം കണ്ടിട്ട് അഭിപ്രായം താഴെ കമന്റ് ചെയ്യണം. പിന്നെ ഒരു സാധനം ഉണ്ടോ, എൻ്റെ ഇടയ്ക്കൊരു ചെറിയൊരു സീനിയൊരു BGM ഉണ്ട്. അതൊരു ഇച്ചിരി വിഷയമാണ് കേട്ടോ. അതൊക്കെ ഒന്ന് കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഒരുപാട് ഫാമിലീസ് പറയുന്ന കുത്തുവാക്കുകളും കാര്യങ്ങളും, കാരണം ജോലിയൊന്നും ആവാതെ നടക്കുന്ന എല്ലാവരുടെയും അവസ്ഥ ഇതിനകത്ത് നല്ല രീതിക്ക് പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതി കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരുപാട് പേർക്ക് ഈ മൂവി റിലേറ്റ് ആവും. അങ്ങനെ നമ്മൾ ഹാഷിറും ടീമൊക്കെ ഒരു കുറച്ച് സ്ക്രീൻ സ്പേസിൽ ഉള്ളെന്ന് പറഞ്ഞ് പടം അങ്ങോട്ട് തീരാൻ പോകുമ്പോഴാണ് അവരുടെ കഥ ആരംഭിക്കുന്നത്. അതായത് വേറെ ഒന്നുമില്ല ഗൈസ്, വാഴ പാർട്ട് 2 വരുന്നുണ്ട്. അത് നമ്മുടെ ഹാഷിറിന്റെയും പിള്ളേരുടെയും കഥയായിരിക്കും എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും അതിനുവേണ്ടി നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. പടം എല്ലാവരും കണ്ട് നല്ല അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇറ്റ്സ് മീ മെക്മോ സൈനിങ് ഓഫ്.